ഓക്കെ, സോ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊന്ന് പറയണേ, അവർ കണ്ടിട്ടുണ്ടോ ഇല്ലേന്ന് അറിയില്ല. യെസ്, കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ലേറെ ഒരു 3 പേരുടെ ഷോർട്ട് ഉണ്ട്. അപ്പോൾ ആരൊക്കെ ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. ഒരു 3 പേരുടെ കുറവുണ്ട്. അവരത് വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ആ പാർട്ടിസിപ്പൻസിന്റെ പേരൊന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആരാ ഇല്ലാത്തത് എന്നുള്ളത്. അവരോട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാട്സപ്പ് അയക്കുക, എന്തെങ്കിലും ചെയ്തേക്ക്. ഇല്ലാത്ത ആളുകൾ ഉള്ള ആളുകളുടെ പേര് ഞാൻ പറയുന്നുണ്ട്. ആനന്ദ്, ആൻസി, സുനിൽ, അഞ്ചൽ, അശ്വതി, ജസ്റ്റിൻ പോൾ, ജോൺ, ജോൺ ആണോ, ജോആൻ, കൃഷ്ണപ്രിയ, മുഹമ്മദ് ആഷിഖ്, മോസിൻ റസാഖ്, രേഷ്മ സുരേഷ്, റിയാസ് ആറം, ശരത്, സിജി സുജിത്, സോനു, ശ്രീലാൽ, ശ്രുതി, സുധീഷ്, ശ്വേത, ശ്രുതി, സുധീഷ്, ശ്വേത, ഇത്രയും പേരാണ്. ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. 1-2 ആളുകളുടെ മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ 21-22 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി ഫ്രണ്ട്സിനോട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 6 സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ABC Limited has 25,000 shares of CD Limited. Shares of ABC Limited are currently trading at 180 per share. It assumes market will be bearish and share price of CD Limited will decline. അപ്പോൾ നമ്മൾ എന്ത് എഴുതി വെച്ചു? ഓക്കെ, അതും പോയിട്ടുണ്ട്. ബിയറിഷ് ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയർ പ്രൈസ് കുറയും എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്തു. സോ ഷെയർ പ്രൈസ് വിൽ fall. ഓക്കെ, നെക്സ്റ്റ്. It wants to hedge shares in CD Limited with future contract. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമ്മൾക്ക് ഇത് എന്ത് ചെയ്യണം? ഇത് റിസ്ക് കുറയ്ക്കണം, ബിയറിഷ് ആണ്. But future contract of shares of CD Limited is not available in the market. So it will cross hedge with other index. പക്ഷേ CD Limitedന്റെ ഫ്യൂച്ചർ കോൺട്രാക്ട് അവൈലബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ക്രോസ് ഹെഡ്ജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ആർ അവൈലബിൾ. ബീറ്റ ഓഫ് CD Limited നിഫ്റ്റിയിൽ 0.8, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡെക്സ് 1.3, ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ് 1.1, ബാങ്ക് ഇൻഡെക്സ് 1. അപ്പോൾ 4 ഇൻഡെക്സുകൾ തന്നിട്ടുണ്ട്. നിഫ്റ്റി ഇൻഡെക്സ് ആണ്. കോറിലേഷൻ ഓഫ് CD Limited വിത്ത് റിലേറ്റഡ് ഇൻഡെക്സ് 0.6, 0.6, 0.8 and 0.3. Number of times of index in one future contract 1000, 1000, 1000, 1250. Advice ABC Limited. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 ഇൻഡെക്സ് തന്നിട്ടുണ്ട്. നമ്മുടെ നോട്ട് ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ്. ക്രോസ് ഹെഡ്ജ് refers to hedging a position for investment in cash market for stock with opposite position in the future market. Cross hedge will be done when there is no future market available for asset desired. Hence, it will be hedged with future contract. Position in future contract will be opposite in cash market. Long position in cash market will be hedged. അതൊക്കെ നമ്മൾ പറഞ്ഞു. ആ decision criteria നോക്കണം നിങ്ങൾ. Selection of security of future contract for cross hedge will be done on basis of correlation if there are number of securities available for cross hedge. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചത്. Higher correlation with asset to be cross hedge with future contract will be preferred. അപ്പോൾ ഹയർ കോറിലേഷൻ ഉള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഹയർ കോറിലേഷൻ ഉള്ളത്? കോറിലേഷൻ ആർക്കാണ് ഉള്ളത്? കോറിലേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ ഓഫ് CD-യിൽ ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഉള്ളത് ആർക്കാ? ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സിനാണ് ഹയർ കോറിലേഷൻ ഉള്ളത്. അപ്പോൾ എന്തെടുക്കണം? കോറിലേഷൻ ഏതെടുക്കണം? ഈ പർട്ടിക്കുലർ ഹയർ ഇൻഫ്രാസ്ട്രക്ചറിനാണ് ഹയസ്റ്റ് കോറിലേഷൻ. അപ്പോൾ അതാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? അപ്പോൾ ഫസ്റ്റ് ചോയ്സ് ഏതായിരിക്കണം? നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷെ നിങ്ങളൊന്ന് നോക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സിനാണ് ഹയർ കോറിലേഷൻ. അപ്പോൾ അത് സെലക്ട് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ചോയ്സ് ഏതായിരിക്കും? സെക്കൻഡ് ചോയ്സ് അടുത്തതായിരിക്കും നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റീൽ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഓപ്ഷൻ അതായിരിക്കും. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ആയിരിക്കും.
ആൻഡ് ബാങ്ക് ഇൻഡെക്സ് ആയിരിക്കും ലാസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് നോക്കേണ്ടത്? അപ്പോൾ 1 by 1 ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നു. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? നമ്പർ ഓഫ്, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ABC ലിമിറ്റഡിന്റെ ഡിസൈഡ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്യൂച്ചർ വാങ്ങിക്കണം അല്ലെ? ഫ്യൂച്ചർ വാങ്ങിക്കണമല്ലോ. അപ്പൊ നമുക്ക് എന്തറിയണം? എത്ര നമ്പർ ഓഫ് ഫ്യൂച്ചേഴ്സ് ആണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയണം. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഫ്യൂച്ചേഴ്സ് ആണ് വാങ്ങിക്കേണ്ടതിന്റെ ഫോർമുല എല്ലാ ക്വസ്റ്റ്യനും ആൾമോസ്റ്റ് ഇതിന്റെ ബേസിസിലാണ് അല്ലെ? നമ്മൾ ചെയ്ത ആൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ഏതിന്റെ കേസിൽ? നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ കേസിൽ. അപ്പൊ ആദ്യം നമ്പർ കണ്ടുപിടിക്കുക. അപ്പൊ നമ്പർ ബീറ്റ അവിടെ നിൽക്കട്ടെ. നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് ഈക്വൽ ടു വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ ടു ബി ഹെഡ്ജ്ഡ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യേണ്ടത്. വാല്യൂ തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നോക്കുന്നു. വാല്യൂ തന്നിട്ടുണ്ട് 25,000 ഷെയർസ്. എ ലിമിറ്റഡ് ഹാസ് 25,000 ഷെയർസ് ആണ് ഉള്ളത് ടു ബി ഹെഡ്ജ്ഡ്. ഓക്കെ, അപ്പോൾ 25,000 ഷെയർസ് ടു ബി ഹെഡ്ജ്ഡ്. വാല്യൂ ഓഫ് വൺ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ വാല്യൂ ഇതാ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ വാല്യൂ എത്രയാ? 1000 ആണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ വാല്യൂ. ഒരെണ്ണത്തിൽ എത്രയെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് 1000. അപ്പൊ ഞാൻ ഇതിൽ ഏത് ഫോർമുലയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഫോർമുല അല്ല യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് ഇൻഡെക്സിന്റെ വാല്യൂ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ വേറൊരു ഫോർമുലയുടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തത് തന്നെ. ഫസ്റ്റ് ആയിട്ടുള്ള സാധനം ഇതാ, ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഫോർമുല യൂസ് ചെയ്യുന്നത്? കാരണം നമുക്ക് എന്തറിയില്ല, ഫ്യൂച്ചറിന്റെ ഒരെണ്ണത്തിന്റെ വാല്യൂ ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ബാക്കിയുള്ള പല ക്വസ്റ്റ്യൻസിലും ഫ്യൂച്ചറിന്റെ വാല്യൂ നമുക്ക് തരാറുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ആ ക്വസ്റ്റ്യൻ നമ്പർ 5, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്, കാരണം അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ നമ്മുടെ BSc ഇൻഡെക്സ് 5000 50 ടൈംസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് ഡാറ്റ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇൻഡെക്സ് ഒന്നും തന്നിട്ട് നമ്പർ ഓഫ് ടൈംസ് വൺ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ 1000 ആണ്. ഇനി ബീറ്റ എത്രയാ? ബീറ്റ നമ്മൾ ഏതാ എടുത്തിരിക്കുന്നത്? നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബീറ്റ 1.1. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1.1 ഇൻറ്റു 25,000 ഡിവൈഡഡ് ബൈ 1000. സോ ഈക്വൽ ടു നമ്പർ ഓഫ് കോൺട്രാക്ട് എത്രയെന്ന് കിട്ടി? 27.5 ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ നമ്പർ ഒന്നും അല്ല നമ്മളോട് ചോദിച്ചത്. നമ്മളെന്താ ചോദിച്ചത്? ABC ലിമിറ്റഡിനെ അഡ്വൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങളുടെ അഡ്വൈസ്? ഫ്യൂച്ചർ ബൈ ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത്, അതോ ഫ്യൂച്ചർ സെല്ല് ചെയ്യണം എന്നാണോ പറയുന്നത്? എന്താണ് നിങ്ങളുടെ അഡ്വൈസ്? നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേ, ഫ്യൂച്ചർ എന്ത് ചെയ്യണം? ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ? അതിന് നിങ്ങൾ കുറച്ച് മുകളിലോട്ട് പോയി നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ കുറച്ച് മുകളിലോട്ട് പോകുന്നു, നമ്മുടെ നോട്ട് പോകുന്നു. യെസ്, ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാ ഇവിടെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. ഇൻഡെക്സ് ഫ്യൂച്ചർ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ കേസസിലും അതേപോലെ ബിയറിഷ് മാർക്കറ്റ് ആണെങ്കിലും ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിലും എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ ചെയ്യും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളത് പ്രാക്ടീസ് ചെയ്തത്. ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ ചെയ്യും.
ബിയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെല്ലാണ് ചെയ്യേണ്ടത്. അത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആണ് ആറാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്യൂച്ചർ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. അപ്പൊ അഡ്വൈസ്, നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? സെൽ ഫ്യൂച്ചർ. ഫ്യൂച്ചർ സെല്ല് ചെയ്യാനുള്ള പ്ലാൻ ആണ്. എത്ര സെല്ല് ചെയ്യേണ്ടത്? 27.5 ഫ്യൂച്ചർ കോൺട്രാക്ട് സെല്ല് ചെയ്യണം. സെൽ 27 ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. എത്ര നമ്പർ? സെൽ 27.5 ഫ്യൂച്ചർ കോൺട്രാക്ട്സ് സെല്ല് ചെയ്യാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ആ പോയിന്റ് നേരത്തെ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തു. എന്താ പഠിച്ച കോൺസെപ്റ്റ്? ഒരേപോലത്തെ സിമിലർ ഇൻഡെക്സ് കുറെ അവൈലബിൾ ആണെങ്കിൽ ക്രോസ് ഹെഡ്ജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഉള്ള ഇൻഡെക്സ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഉള്ള ഇൻഡെക്സ് 0.8 ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തു. പിന്നെ എല്ലാം സെയിം ആണ്. പിന്നെ എല്ലാം നമ്മൾ പഠിക്കുന്ന അതേപോലെ തന്നെ നമ്പർ ഓഫ് കോൺട്രാക്ട് കണ്ടുപിടിക്കുന്നു. ബാക്കിയൊന്നും വ്യത്യാസമല്ല. സെല്ല് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, എല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി ലോങ് ഹെഡ്ജ്. ലോങ് ഹെഡ്ജ് എന്താ? ലോങ് ഹെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ഹെഡ്ജ് മീൻസ് ബൈ ദ ഫ്യൂച്ചർ കോൺട്രാക്ട് അറ്റ് റേറ്റ് പ്രിവെയിലിംഗ് ടുഡേ and sell it on expiration of a future rate at that time. It is used to lock in price of asset to be purchased at a future date. അപ്പൊ എന്താ ചെയ്യുന്നത്? ലോങ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റിൽ നമ്മളൊരു ഫ്യൂച്ചർ കോൺട്രാക്ട് വാങ്ങിക്കുന്നു. എന്നിട്ട് ആ ഫ്യൂച്ചർ കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മെച്യൂരിറ്റി പീരീഡ് വരെ ഹെൽഡ് ചെയ്യും. അത് എക്സ്പയർ ചെയ്യുന്നത് വരെ ഹെൽഡ് ചെയ്യും. അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇത് സെല് ചെയ്യും. ബൈ സെൽ. അപ്പൊ എന്താ പേർപ്പസ്? പ്രൈസ് പർച്ചേസ് ഫ്യൂച്ചർ ഡേറ്റിലാകുമ്പോൾ ലോക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫോർമുല നോക്കൂ. എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ്, ബൈ ആണ്, നമ്മൾ ബൈ ചെയ്യുന്നു. എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ബൈയിങ് ഓൺ സ്പോട്ട് റേറ്റ് മൈനസ് ഗെയിൻ ആണെങ്കിൽ മൈനസ് ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഹെഡ്ജ്ഡ് പാർട്ട്. ഇനി അതല്ല, ലോസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ബൈയിങ് ഓൺ സ്പോട്ട് റേറ്റ് പ്ലസ് ലോസ് ഓൺ സെയിൽ ഓഫ് ഹെഡ്ജ്ഡ് പാർട്ട് ആണ്. ഇനി എങ്ങനെയാണ് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ കണ്ടുപിടിക്കുന്നത്? ഫ്യൂച്ചർ റേറ്റ് അറ്റ് ദ ടൈം ഓഫ് എക്സ്പയറേഷൻ മെച്യൂരിറ്റി ആൻഡ് ഫ്യൂച്ചർ റേറ്റ് അറ്റ് ദ കോൺട്രാക്ട് മെയ്ഡ്. അപ്പൊ കോൺട്രാക്ട് മെയ്ഡ് ചെയ്തത് 50 ആണ്. ആ ടൈമിലായപ്പോൾ ഫ്യൂച്ചർ റേറ്റ് 100 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 50 പ്രോഫിറ്റ് ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നോക്കൂ, ഇപ്പൊ ഇത്രയും സമയത്ത് നമ്മുടെ കോൺസെപ്റ്റിന്റെ എല്ലാം യൂസ് വരാൻ പോവാണ്. ഡിസംബർ 2017 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2018 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഡിസംബർ 2016 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ കോൺസെപ്റ്റുകളും പല കോൺസെപ്റ്റുകളും ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ വായിക്കും. An oil company needs 1000 barrel of crude oil after 6 months. The current price per barrel of crude oil is 3,300. It is expected that after 6 months, price per barrel of crude oil is likely to touch 3,700. Company wants to hedge against the rising price for its requirement after 6 months. The 6 months future contract price is now traded at rupees 3,500 per barrel. Size of future contract is 100 barrel. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചേ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു കമ്പനിക്ക് 1000 ബാരൽ ക്രൂഡ് ഓയിൽ വേണം. എപ്പോ? 6 മാസത്തിന് ശേഷം. 6 മാസത്തിന് ശേഷം. അപ്പോൾ ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ ബാരലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,300 ആണ്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6 മന്ത്സിന് ശേഷം ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എത്രയാവും? 3,700 ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ വാങ്ങിക്കുകയാണെങ്കിൽ 3,300 രൂപക്ക് നമുക്ക് ഇതിപ്പോ കിട്ടും. 3,300 രൂപക്ക് നമുക്കിത് കിട്ടും. പക്ഷെ 6 മാസം കഴിയുമ്പോഴാണ് നമ്മുടെ റിക്വയർമെന്റ്. 6 മാസം കഴിഞ്ഞിട്ട് നമുക്കിത് മതി. പക്ഷെ 6 മാസം കഴിയുമ്പോഴേക്കിന് 3,700 ആവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് റൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇവിടെ പ്രൈസ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഇത് ഹെഡ്ജ് ചെയ്യണം. കാരണം റിക്വയർമെന്റ് 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇപ്പൊ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ തീരുമാനിച്ചു.
അങ്ങനെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ കമ്പനി എൻട്രി ചെയ്യുന്നത് എത്ര രൂപയ്ക്കാ? 3500 രൂപയ്ക്കാ. അപ്പോൾ എന്താ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഓയിലിന്റെ പ്രൈസ് 3300. 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓയിലിന്റെ ആവശ്യം. 6 മാസം കഴിയുമ്പോൾ നമ്മൾ 3800 പ്രതീക്ഷിക്കുന്നത്. വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ കറണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? ഐ വിൽ ബൈ 1000 liters ഓഫ് crude oil at 3500 after 6 months. ഇതാണ് ഫ്യൂച്ചർ. ഇങ്ങനെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തു. 6 മാസം കഴിഞ്ഞിട്ട് 3500 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൈസ് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് 3700 ആണ്. നമ്മൾ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നത് 3500 രൂപയ്ക്കാണ്. ഒരു 200 രൂപയുടെ ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സൈസ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് 100 ബാരലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 1 ബാരൽ ആയിട്ടൊന്നും കിട്ടില്ല, 100 ബാരൽ വാങ്ങിക്കണം. ഓക്കെ, ഇനി ആദ്യം ചോദിക്കുന്നത്, ഇഫ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻഷുറൻസ് ആൻഡ് സ്റ്റോറേജ് is 15% per annum, examine whether it is beneficial for the oil company to buy now. Okay, next. If the upper limit to buying price is 3500, what strategy can firm adopt? If the company decide to hedge through future, find out effective price it would pay for crude oil if at the time of lifting hedge spot and future prices are spot price 3420 and future 3600. അപ്പോൾ കുറച്ച് കോമൺ സെൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവരെ ശ്രദ്ധിക്കും. ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്നു. ചെറിയൊരു ഡിസ്കഷൻ, ക്രൂഡ് ഓയിലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇത്തിരി ചിലപ്പോൾ രാഷ്ട്രീയം കയറി വരും, പക്ഷെ ഇത് രാഷ്ട്രീയമല്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പെട്രോൾ പ്രൈസിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഗവൺമെന്റിന് തെറി പറയും. ഗവൺമെന്റിന് തെറി പറയലും മാത്രമല്ല, ഒരു കാര്യം കൂടി പറയും. എന്താ പറയാ? ട്രോളൊക്കെ ഇറങ്ങിയ പോലെ പ്രൈസ് ഇങ്ങനെ കൂടുമ്പോ, ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ഇങ്ങനെ കൂടുകയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ എന്താ? പ്രൈസ് കുറയാ. വിരോധാഭാസമാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ച് മുമ്പത്തെ ചില കേന്ദ്രമന്ത്രിനെയൊക്കെ നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ, പക്ഷേ ഇന്ത്യയിൽ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ നിങ്ങളോടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോൾ സർക്കാരിന്റെ ഒരു വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് വാലിഡ് ആണ്, ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാനിവിടെ ശ്രദ്ധിക്കണേ, എനിക്ക് 1000 ലിറ്റർ അല്ലെങ്കിൽ 1000 ബാരൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ കൂടി ആവശ്യമുണ്ടേ. 1000 ബാരൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഈ 1000 ബാരൽ ഇപ്പോഴത്തെ പണ്ടത്തെ മാർക്കറ്റ് റേറ്റിൽ ഞാനൊരു 80 റുപ്പീസിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ 80 ആയിരുന്നു. പെട്രോൾ തന്നെ എടുത്തേക്ക്. ഗ്ലോബൽ മാർക്കറ്റിൽ പെട്രോളിന് ഒരു ബാരലിന് 80 ആയിരുന്നു. അപ്പോൾ 80 ആയിരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എന്ത് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്? എന്റെ കപ്പാസിറ്റി മാക്സിമം എണ്ണ നിറച്ചു കഴിഞ്ഞു. ഫുൾ കപ്പാസിറ്റി 1000 ബാരലായി. ഞാൻ എത്ര രൂപയ്ക്ക് ഇത് വാങ്ങിച്ചത്? 80 റുപ്പീസിനാണ് വാങ്ങിച്ചത്. ഓക്കെ, ഇപ്പൊ 1000 ബാരൽ അവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൊരു 500 ബാരൽ ഞാൻ വിറ്റ് കഴിഞ്ഞു. 500 ബാരൽ ഞാൻ വിറ്റ് കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ബാരൽ ഉണ്ട് എനിക്ക് സ്റ്റോറിൽ? 500 ബാരൽ ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? മാർക്കറ്റിലെ പ്രൈസ് ഇങ്ങനെ കുറയാണ്. എവിടെ? മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലെ മാർക്കറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചേ, നിങ്ങൾ ആരുടെ ആംഗിളിൽ ചിന്തിച്ചേ? ഓയിൽ കമ്പനിയുടെ ആംഗിളിൽ ഒന്ന് ചിന്തിച്ചേ. 1000 ബാരൽ അവർ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 80 റുപ്പീസിനാണ് വാങ്ങിച്ചത്. അതിൽ 500 ബാരൽ അവർ വിറ്റു. ഇനിയും ബാക്കി എത്രയുണ്ട്? 500 ബാരൽ അവരുടെ കയ്യിലുണ്ട്. എത്ര രൂപക്ക് അവരത് വാങ്ങിച്ചത്? 80 റുപ്പീസിനാണ് വാങ്ങിച്ചത്. ഇപ്പുറത്ത് 60 ആയി, മാർക്കറ്റിൽ 60 ആയി ക്രൂഡ് ഓയിലിന്റെ. എന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണേ, ഈ ഓയിൽ കമ്പനീസ് ഇത് 80 റുപ്പീസിന് വിൽക്കുമോ അതോ 60 റുപ്പീസിന് വിൽക്കുമോ? ഒന്ന് പറഞ്ഞേ. അവർ 60 റുപ്പീസിന് വിൽക്കാൻ തയ്യാറാവോ? യെസ് ഓർ നോ? അവർ 60 റുപ്പീസിന് വിൽക്കുമോ? ഇല്ല, അവർ 60 റുപ്പീസിന് വിൽക്കില്ല. അവരെന്ത് പറയും? മാർക്കറ്റിലൊക്കെ അങ്ങനെ കിടന്നോട്ടെ, അതങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത് 80 ആ,
ഞങ്ങളിത് വാങ്ങിച്ചിരിക്കുന്നത് 80-ക്കാണ്. ഇപ്പൊ ഇത് ഞങ്ങൾ 60-ൽ വിറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹ്യൂജ് ലോസാ. വിറ്റ വില പോലും കിട്ടില്ല. പിന്നെ ഇത് ഹോൾഡ് ചെയ്ത വാല്യൂ കൂടി. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അതില്. അപ്പൊ ഇത് ഫുള്ള് ഗവൺമെന്റിന്റെ അടുത്തല്ല, ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു പ്രശ്നം കൂടി ഉണ്ട്. ഇന്ത്യ സ്റ്റോർ ചെയ്ത് വെച്ച് അത് ഫുൾ കപ്പാസിറ്റിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉണ്ട്. പെട്രോൾ ഒക്കെ ഇതാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആ സ്റ്റോറിംഗ് കപ്പാസിറ്റി ആൾമോസ്റ്റ് 100% ടച്ച് ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചു കൂട്ടിയത്. അപ്പോൾ ഇപ്പൊ നമ്മളുടെ കേസിൽ 90% സ്റ്റോറിംഗ് കപ്പാസിറ്റി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി 60 റുപ്പീസിന്റെ നമുക്ക് എത്ര രൂപയ്ക്ക് എത്ര വാങ്ങിക്കാൻ പറ്റുള്ളൂ? 10% നമുക്ക് നിറക്കാൻ പറ്റുള്ളൂ. 10% വാങ്ങിച്ചിട്ടേ നമുക്ക് നിറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ അടുത്ത തവണയെ കിട്ടുള്ളൂ. അത് കിട്ടുമൊന്നുമില്ല, അത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഫുള്ള് ഗവൺമെന്റിന്റെ ഓയിൽ കമ്പനീസിനെ തെറി വിളിക്കരുത്. ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം കൂടിയും പ്രാക്ടിക്കലി ഓയിൽ കമ്പനിക്ക് ഉണ്ട്. സർക്കാരിന് വേണമെങ്കിൽ വിലയൊക്കെ കുറക്കാം, അത് വേറെ, ആ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. പക്ഷെ ഓയിൽ കമ്പനിയുടെ ആംഗിളിൽ ഇങ്ങനെ ഒരു കുഞ്ഞു പ്രശ്നം കിടക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഇവിടെയും ഇതേ പ്രശ്നമാണ്. ഇവിടെ എന്താ പ്രശ്നം? 1000 ബാരലാണ് റിക്വയർ 6 മാസത്തിന് ശേഷം. 1000 ബാരലാണ് റിക്വയർമെന്റ് 6 മാസത്തിന് ശേഷം. അപ്പൊ ഇവിടെ ഈ സ്റ്റോറേജ് കോസ്റ്റ് ഞാൻ എന്താന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അപ്പോ ഈ 1000 ബാരല് നമുക്ക് 6 മാസത്തിന് ശേഷം മതി. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സർ 6 മാസത്തിന് ശേഷം പ്രൈസ് കൂടുകയാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. യെസ്. സർ പ്രൈസ് 3700 അല്ലേ? യെസ്. സർ ഇപ്പൊ പ്രൈസ് 3300 അല്ലേ? യെസ്. സർ ഓയിൽ അല്ലേ, കേട് വരുന്നില്ലല്ലോ, പച്ചക്കറി ഒന്നും അല്ലല്ലോ, വാങ്ങിച്ച് കൂട്ടിക്കൂടെ? ഇപ്പൊ തന്നെ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് 1000 ബാരലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ സർ ഇപ്പൊ തന്നെ നമുക്ക് ഈ 1000 ബാരൽ വാങ്ങിച്ചൂടെ 3300 രൂപയ്ക്ക്? ആൻസർ യെസ് ആണ്. ഇപ്പൊ തന്നെ 3300 രൂപയ്ക്ക് നമുക്ക് ഈ 1000 ബാരൽ വാങ്ങിക്കാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇപ്പൊ തന്നെ നിങ്ങൾ 3300 രൂപക്ക് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെർച്ചേസ് പ്രൈസ് 3300 ആണ്. പക്ഷേ ഈ 1000 ബാരൽ നിങ്ങൾ അടുത്ത 6 മാസത്തേക്ക് സ്റ്റോക്ക് ചെയ്യണ്ടേ? ആ സ്റ്റോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി വേണ്ടേ? സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോറേജ് കപ്പാസിറ്റി വാടകയ്ക്ക് എടുക്കേണ്ടി വരും. ഓയിലൊന്നും വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല, ബട്ട് അങ്ങനെ അസ്യൂം ചെയ്തേക്ക്, അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ആ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇൻഷുറൻസും സ്റ്റോറേജിനൊക്കെ 15% പെർ ആനം ചെലവ് വരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെലവുണ്ട്. അടുത്ത 6 മാസത്തെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടി നോക്കണം, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. അപ്പൊ ആ സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻഷുറൻസും ബാക്കിയുള്ളതൊക്കെ 15% പെർ ആനം. അപ്പൊ 3300 ഇൻറ്റു 15% പെർ ആനുവ. നമുക്ക് ഫുൾ ഇയർ വേണ്ട, നമുക്ക് എത്ര മതി? 6/12 ആണ്. അപ്പോൾ 3300 ഇൻറ്റു 15 ഇൻറ്റു 6/12 ചെയ്യുമ്പോൾ 247.5. ഇപ്പോൾ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിത് വാങ്ങിച്ചു കൂട്ടുകയാണെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഹോൾഡ് ഒക്കെ ചെയ്യാൻ നമ്മുടെ ചെലവ് എന്ന് പറയുന്നത് 3,300 പ്ലസ് 247.5 ഈക്വൽ ടു 3,547.5 ആണ്. ഓക്കെ, 3,547.0 ആണ്. അപ്പോ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഇഫ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻഷുറൻസ് ആൻഡ് സ്റ്റോറേജ് ഇസ് 15%, എക്സാമിനിങ് വെദർ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദി ഓയിൽ കമ്പനി ടു ബൈ നൗ. അപ്പൊ നമുക്കിപ്പോ 3547.05 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഒന്ന് ബാക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6 മാസം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 3547.5 രൂപ ചെലവ് വരും. നമ്മളിപ്പോൾ ഈ ഫ്യൂച്ചർ കോൺട്രാക്ട് പ്രൈസിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ എൻ്റർ ചെയ്യുന്നത്? ഐ വിൽ ബൈ 100 liters അല്ലെങ്കിൽ 1000 liters or barrels of crude oil at 3,500 after 6 months. സോ ഈ ഒരു കോൺട്രാക്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. 6 മാസത്തിന് ശേഷം ഞങ്ങൾ 3500 രൂപക്ക് ഇത് വാങ്ങിച്ചോളാം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 6 മാസം ഇത് പർച്ചേസ് ചെയ്ത് ഇത് ഹോൾഡ് ചെയ്യാൻ 3547.5
ഫ്യൂച്ചർ കോൺട്രാക്ട് എൻട്രി ചെയ്താൽ 3500 ആണ്. 3500 ആണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എന്താ ചെയ്യുക? ഓയിൽ ഇപ്പൊ വാങ്ങിക്കോ? ഈ മാർക്കറ്റിൽ പോയിട്ട് ഇപ്പൊ ഓയിൽ വാങ്ങിച്ച് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമോ? യെസ് ഓർ നോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ഇപ്പൊ മാർക്കറ്റിൽ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് 6 മാസത്തെ സ്റ്റോർ ചെയ്ത് വെക്കോ? ഇല്ല, സ്റ്റോർ ചെയ്ത് വെക്കില്ല. എന്തുകൊണ്ടാ? ആ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 3547.5 രൂപ കോസ്റ്റ് ആവും. അപ്പൊ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലോട്ട് പോയിട്ട് എൻ്റർ ചെയ്തു. 6 മാസം കഴിഞ്ഞിട്ട് 3500 രൂപക്ക് വാങ്ങിച്ചോളാം. അപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് 3500 രൂപയ്ക്ക് വാങ്ങിക്കാം. അപ്പൊ ഓയിൽ ഇപ്പൊ വാങ്ങിക്കരുത്, പകരം ഫ്യൂച്ചറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 47.5 രൂപ ലാഭം കിട്ടും. എക്സാക്ട് ഒന്നും ആയില്ല, ഓയിൽ ഇപ്പൊ വാങ്ങിക്കരുത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഇത് ഞാൻ ആൻസർ വൃത്തിയിൽ എഴുതി തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഇഫ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻഷുറൻസ് ആൻഡ് സ്റ്റോറേജ് ഇസ് 15% per annum, examine whether it is beneficial for the oil company to buy now. അപ്പോൾ എന്ത് നോക്കണം? നമ്മൾ ആദ്യം നോക്കേണ്ടത് കോസ്റ്റ് ഓഫ് ബൈയിങ് നൗ. കോസ്റ്റ് ഓഫ് ബൈയിങ് നൗ. കോസ്റ്റ് ഓഫ് ബൈയിങ് നൗ. കോസ്റ്റ് ഓഫ് ബൈയിങ് നൗ ഈക്വൽ ടു എത്രയായിരുന്നു? കോസ്റ്റ് 3300 ആണ്. 3300 rupees. പക്ഷെ നമ്മളിപ്പോൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ if bought now, we will have to incur insurance and storage cost. For 6 months. This is equal to 3300 into 15% into 6/12. About 3300 into 15% into 6/12 equal to 247.5. Therefore, total cost of buying now and storing equal to 3547.5. However, a future contract is available. A future contract is available for rupees 3500. Therefore, in the advisor, therefore, oil question ചോദിച്ചത് if cost of capital, whether it is beneficial for oil company to buy now. Therefore, it is Therefore, it is not beneficial. To buy oil now. എന്താ ചെയ്യേണ്ടത്? അത് ചോദിച്ചിട്ടില്ല, ബട്ട് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. Instead, future at rupees 3500 should be bought. അല്ലെ? should be bought. Okay. ഇനി അപ്പോൾ ചില സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കും, സർ ഇതൊക്കെ ഇങ്ങനെ എക്സാമിനേഷനിൽ ചിന്തിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാണ്. ഓക്കെ, എക്സാമിനേഷന് ഇത്രയും ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസിനോട് ഞാൻ ആദ്യം വേറൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് കൂടി കാണിക്കുകയാണ്, എന്നിട്ട് ഇതിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താ? നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഒരു തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കണ്ടെത്തണം. ആ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എത്രയും നോക്കണം. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്, ഈ 6 മാസത്തിന്റെ ഫ്യൂച്ചർ പ്രൈസ് തിയററ്റിക്കലി എത്രയാണ് അതിന്റെ വാല്യൂ നോക്കണം. എങ്ങനെ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കണ്ടുപിടിച്ചിരുന്നത്? സ്പോട്ട് റേറ്റ് ഇൻറ്റു E raised to RT. അപ്പോൾ സ്പോട്ട് റേറ്റ് 3300
into e raised to r, r 15% into t 6/12 ആണ്. So this is equal to 3300 into e raised to 0.15, 6/12.5. So this is equal to 3300 into e raised to 0.075 ആണ്. എല്ലാ എക്സാമിനേഷനും ഇയുടെ വാല്യൂ തരുവേ. So 3300 into 1.0779 equal to, so 3300 into 1.0779 equal to, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഈ ഒക്കെ എടുക്കുമ്പോൾ, ചെറിയ സ്ലൈറ്റ് വ്യത്യാസം ഉണ്ടാവും. 3357 ആണ്, 0.07. ഒരു 10 രൂപയുടെ അടുത്തൊരു വ്യത്യാസമുണ്ട് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇയും. അത് ആ ഈയുടെ വാല്യൂല് വരുന്ന വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസ് 3557. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഫ്യൂച്ചറിൽ ഈ പ്രൈസിൻ്റെത് 3557 ആണ്. പക്ഷേ ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ്, നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഫ്യൂച്ചർ പ്രൈസ് എത്രയാ? 3500 ആണ്. അപ്പൊ ബൈ ചെയ്യാതിരിക്കുക. അപ്പൊ സാധാരണ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ്, രണ്ടും ഞാൻ പഠിപ്പിച്ചു തന്നേ, രണ്ട് രീതിയിലുള്ളത് പഠിപ്പിച്ചു തന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമുക്കിപ്പോ എന്ത് കിട്ടിയിട്ടുണ്ട്? തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എത്ര? തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസ് 3557.0. എത്ര നമ്മുടെ ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ്? ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് 3500. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫ്യൂച്ചർ ബൈ ചെയ്യാൻ നിങ്ങൾ പറയുമോ? എന്താ നിങ്ങളുടെ ആൻസർ? ഫ്യൂച്ചർ ബൈ ചെയ്യാൻ പറയുമോ? യെസ് ഓർ നോ? ഫ്യൂച്ചർ ബൈ ചെയ്യാൻ പറയും? യെസ് പറയും. കാരണം ഇപ്പൊ നമുക്ക് 3500 രൂപക്ക് ഇത് വാങ്ങിക്കാം. ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് റൈറ്റ് നൗ 3500 രൂപക്ക് നമുക്കിത് വാങ്ങിക്കാം. അപ്പൊ ഫ്യൂച്ചർ ആണ് നമ്മൾ ബൈ ചെയ്യാൻ പറയാം. തിയറട്ടിക്കൽ പ്രൈസ് ഹയർ ദാൻ ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എങ്കിൽ, അല്ലെങ്കിൽ ആക്ച്വൽ പ്രൈസ് ഓഫ് ഫ്യൂച്ചർ ഇതാകുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചർ ബൈ ചെയ്യാൻ പറയും. അപ്പോ ഇപ്പൊ എന്താ നല്ലത്? ഫ്യൂച്ചർ ബൈ ചെയ്യാൻ പറയുന്നതാണ് ബെറ്റർ. സ്പോട്ടിൽ ബൈ ചെയ്യരുത്. കാരണം 3500 രൂപക്ക് നമുക്കിത് ബൈ ചെയ്താൽ 3557 രൂപയ്ക്ക് ഫ്യൂച്ചർ പ്രൈസ് ആണ്, ഇൻട്രിൻസിക് വാല്യൂ ആണ്. അതിന്റെ വാല്യൂ അത്ര വന്നേ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് പറയാറുണ്ട്? ബൈ ഫ്യൂച്ചർ, ബൈ ഫ്യൂച്ചർ. ആൻഡ് അപ്പൊ ബൈ ഫ്യൂച്ചർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സ്പോട്ടിൽ ഇപ്പൊ ബൈ ചെയ്യാതിരിക്കുക. ഓപ്പോസിറ്റ് പൊസിഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കോമൺ സെൻസ് അപ്രോച്ച് ആണ് മുകളിൽ എടുക്കേണ്ടത്. അപ്പൊ അതിൽ തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസും കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഫ്യൂച്ചർ ആണ് ബൈ ചെയ്യേണ്ടത്. അപ്പൊ ഡു നോട്ട് ബൈ ഓയിൽ. ഇത് സ്പോട്ട് മാർക്കറ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓയിൽ ബൈ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഇഫ് അപ്പർ ലിമിറ്റ് ടു ബൈയിങ് പ്രൈസ് 3500, വാട്ട് സ്ട്രാറ്റജി ക്യാൻ ഫേം അഡോപ്റ്റ്? ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് അപ്പർ ലിമിറ്റ് ബൈയിങ് പ്രൈസ് 3500 ആണ്. എന്തിന്റെ ബൈയിങ് ലിമിറ്റ്? നമ്മുടെ പ്രൈസ്. അപ്പോൾ എന്ത് സ്ട്രാറ്റജിയാണ് ഫേം അഡോപ്റ്റ് ചെയ്യേണ്ടത്? അത് ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇൻഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്ത് സ്ട്രാറ്റജിയാണ് ഫേം അഡോപ്റ്റ് ചെയ്യേണ്ടത്? ബൈ ഫ്യൂച്ചർ ആണോ അതോ സെൽഫ് ഫ്യൂച്ചർ ആണോ? ഒന്ന് പറഞ്ഞേ, ബൈ ഫ്യൂച്ചർ ആണോ സെൽഫ് ഫ്യൂച്ചർ ആണോ? എന്താ ചെയ്യേണ്ടത്? ബൈ ഫ്യൂച്ചർ ആണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പർ ലിമിറ്റ് 3500 ആണെങ്കിൽ ഹെഡ്ജ് ചെയ്യുന്നത് ലോക്ക് വാല്യൂ ചെയ്യാനാണ്. ഓയിൽ കമ്പനി 6 മാസത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാങ്ങിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ലോക്ക് ചെയ്യാണ്? പ്രൈസ് ലോക്ക് ചെയ്യാണ്. എത്ര പ്രൈസിലാണ് ലോക്ക് ചെയ്യുന്നത്? 3500 രൂപയ്ക്കാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്? പ്രൈസ് മാർക്കറ്റിൽ 3700 ആവും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഐ വിൽ ബൈ എന്ന് പറഞ്ഞിട്ട് ആ ഫ്യൂച്ചറിൽ നമ്മൾ എൻറ്റർ ചെയ്യും. അപ്പൊ ഫ്യൂച്ചർ നമ്മൾ എന്ത് ചെയ്യും? ബൈ ഫ്യൂച്ചർ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ബൈ ഫ്യൂച്ചർ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാൻ പാകത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. കഴിഞ്ഞൊക്കെ നമ്മുടെ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസിൽ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. എത്ര എണ്ണം വാങ്ങിക്കണം, എത്ര രൂപയ്ക്ക് വാങ്ങിക്കണം,
ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ, അങ്ങനെ ബൈ ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാ, സെല്ല് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാ എന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്ര ഫുൾ ഒന്നും ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കില്ല. ഫുൾ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ചെയ്തത്. ഇവിടെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് മൂന്നാമത്തത്, ഇത് നിങ്ങൾക്ക് തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇഫ് ദി കമ്പനി ഡിസൈർ ടു ഹെഡ്ജ് ത്രൂ ഫ്യൂച്ചർ, ഫൈൻഡ് ഔട്ട് എഫക്റ്റീവ് പ്രൈസ് ഇറ്റ് വുഡ് പേ ഫോർ ക്രൂഡ് ഓയിൽ if at the time of lifting hedge, എന്താ ലിഫ്റ്റിംഗ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ഹെഡ്ജ് ഇതാക്കുന്ന സമയത്ത് ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട്, the spot and future price are spot price 3,420 and future price 3,600. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താ, എന്തോ ഒരു കാര്യം ചോദിക്കുന്നു, എഫക്റ്റീവ് പ്രൈസ് എത്രയാണ് ക്രൂഡ് ഓയിലിന് പേ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഐറ്റം. ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ഇത്തിരി ഇൻഡയറക്റ്റ് ആയിരിക്കുവേ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്. എന്താ ആലോചിച്ച് നോക്കുന്നത്, 6 മാസത്തിന് ശേഷം ഹെഡ്ജ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ പ്രൈസ് എത്രയാ, 3,420 ഉള്ളൂ. നമ്മൾ എന്താ പ്രതീക്ഷിച്ചിരുന്നേ, 3,700 ആവുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു. എന്ത് സംഭവിച്ചു, മാർക്കറ്റിൽ അത്രയൊന്നും കൂടില്ല, കുറഞ്ഞു. 3,420 രൂപയ്ക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന കൂടി. ഇപ്പൊ കറന്റ് നമ്മൾ പ്രൈസ് പറഞ്ഞിരുന്നത് 3,300 ആണ്, അത് 3,420 കൂടി. പക്ഷെ നമ്മൾ പ്രതീക്ഷ അത്രയൊന്നും കൂടിയിട്ടില്ല. അപ്പൊ ഇപ്പൊ എത്രയാണ് കോസ്റ്റ് ഓഫ് ബൈങ്, 6 മാസം കഴിഞ്ഞേ ഹെഡ്ജ് ലിഫ്റ്റ് ചെയ്യാണ്, 6 months ഓവർ ആണ്. അപ്പൊ കോസ്റ്റ് ഓഫ് ബൈങ് ഇപ്പൊ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ റുപ്പീസ് 3,420, അങ്ങനെ എത്ര വാങ്ങിക്കുന്നത്, 1000 ബാരലാണ് നമ്മുടെ റിക്വയർമെന്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3,420,000. അപ്പൊ 33,20,000 രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആൻസർ ചെയ്യണേ. ആൻസർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലാവും. ഒന്ന്, ഇവിടെ നമ്മൾ ഈ സ്റ്റോറേജ് കോസ്റ്റ് നോക്കേണ്ട ആവശ്യമുണ്ടോ, യെസ് ഓർ നോ? ഇവിടെ നമ്മൾ സ്റ്റോറേജ് കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ, യെസ് ഓർ നോ? 6 മാസം കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ വാങ്ങിക്കുകയാണ്, സ്റ്റോറേജ് കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. 6 മാസം കഴിഞ്ഞു, നമ്മുടെ റിക്വയർമെന്റ് ആയി, നമ്മൾ വാങ്ങിക്കുന്നു, സ്റ്റോറേജ് കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ കോസ്റ്റ് ഓഫ് ബൈയിങ് ആണ്. അപ്പൊ കോസ്റ്റ് ഓഫ് ബൈയിങ് 34,20,000 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഓൾറെഡി 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സാധനം ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഹെഡ്ജിങ്ങിൽ ഗെയിൻ ഓൺ സെയിൽ ആണോ നോക്കണം, ഗെയിൻ ആണോ ലോസ് ആണോ നോക്കണം. ഹെഡ്ജിങ്ങിൽ ഗെയിൻ ആണോ ലോസ് ആണോ ഉള്ളത് നോക്കണം. ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജിങ്. ഓക്കെ, ഗെയിൻ ആണോ ലോസ് ആണോ നോക്കണം. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്, അതെന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ നമ്മൾ ഹെഡ്ജ് ചെയ്തപ്പോൾ പ്രൈസ് എത്രയായിരുന്നു, ഹെഡ്ജ് ചെയ്തപ്പോൾ ഉള്ള ഫ്യൂച്ചർ പ്രൈസ്, ഹെഡ്ജ് ചെയ്തപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ 6 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്തോളാം, 1000 ബാരൽ വാങ്ങിച്ചോളാം. ഒരു ബാരലിന് എത്ര വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്, 3,500 രൂപ വെച്ചിട്ട് ഒരു ബാരൽ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. ഇനി അപ്പോ അങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, ഫ്യൂച്ചർ ആണ്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ആക്ച്വൽ പ്രൈസ് എത്രയാ, ഫ്യൂച്ചറിന്റെ ഹെഡ്ജ് ചെയ്ത ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് റൈറ്റ് നൗ, ഇപ്പൊ ഫ്യൂച്ചർ പ്രൈസ് എത്രയാ, 3,600 ആണ്. 3,600 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്യൂച്ചർ കൊണ്ട് സെല് ചെയ്യും അല്ലെ. ഈ ഫ്യൂച്ചർ നമ്മൾ സെല് ചെയ്യും. നമ്മൾ എത്ര രൂപയ്ക്ക് ആ ഫ്യൂച്ചർ വാങ്ങിച്ചത്, 3,500 രൂപയ്ക്ക് ഫ്യൂച്ചർ വാങ്ങിച്ചു. ആ ഫ്യൂച്ചറിന്റെ പ്രൈസ് ഇപ്പൊ എത്രയാ, 3,600 ആണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഗെയിൻ ആണോ ലോസ് ആണോ? എന്താ ഇവിടെ കിട്ടിയത് നമുക്ക് ഫ്യൂച്ചറിൽ, ഗെയിൻ ആണോ ലോസ് ആണോ? ഒന്ന് ടൈപ്പ് ചെയ്യൂ. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഗെയിൻ ആണ് അല്ലെ, ഗെയിൻ ആണ്. കാരണം 3,500 രൂപക്കാണ് നമ്മൾ വാങ്ങിച്ചത്.
ഇപ്പോഴത്തെ പ്രൈസ് 3600 ആണ്. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ആനന്ദ് പറഞ്ഞ പോലെ ഇവിടെ ഗെയിൻ ആണ്. 100ന്റെ ഗെയിൻ ഉണ്ട്. 100ന്റെ ഗെയിൻ ഉണ്ട്. അത് പക്ഷേ ഒരു ബാരലിലാണ്. അപ്പൊ നമുക്ക് എത്ര ഗെയിൻ കിട്ടിയത്? 1000 ബാരൽ ഉണ്ട്. ഒരു ബാരൽ 100 ആണ്. അങ്ങനെ 1000 ബാരൽ ഉണ്ട്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് 100 into 1000 ബാരൽ. അപ്പോൾ ഈക്വൽ ടു നമുക്കൊരു 1000, 10,000, 1 lakh ഗെയിൻ കിട്ടി. 1 lakh ഗെയിൻ കിട്ടി. ഓക്കെ, ഇനി ഞാൻ മുകളിലോട്ട് പോകുന്നുണ്ട്. 1 lakh ഗെയിൻ കിട്ടി. ഞാൻ എൻ്റെ നോട്ടിലെ കാര്യം കാണിക്കുകയാണ്. ഇതിന് തൊട്ട് മുകളിലുള്ള കാര്യമാണിത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഞാനിപ്പോൾ ഗെയിൻ ഓർ ലോസ് നോക്കി. ഫ്യൂച്ചർ റേറ്റ് അറ്റ് ദ ടൈം ഓഫ് എക്സ്പിറേഷൻ. ഫ്യൂച്ചർ റേറ്റ് എത്രയാ? 3600. 3600. ഫ്യൂച്ചർ റേറ്റ് വെൻ കോൺട്രാക്ട് വാസ് മെയ്ഡ്. എത്ര കോൺട്രാക്ട്? 3500. അപ്പൊ ഈ ഫോർമുല നോക്കിയാൽ മതി. ഫ്യൂച്ചർ റേറ്റ് 3600 ആണ് എക്സ്പയർ ചെയ്തപ്പോൾ. കോൺട്രാക്ട് മെയ്ഡ് ചെയ്തപ്പോൾ 3500. പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ 100 രൂപ ലാഭം കിട്ടി. 100 രൂപ ലാഭം കിട്ടി. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അറ്റ് വാട്ട് പ്രൈസ് ഇറ്റ് വുഡ് പേ ഫോർ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താ ചോദിക്കുന്നത്? എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് ആണ് ചോദിക്കുന്നത്. എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ബൈയിങ് ഓൺ ദ സ്പോട്ട് റേറ്റ് മൈനസ് ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഹെഡ്ജ്ഡ് പാർട്ട്. ഗെയിൻ ഉണ്ടെങ്കിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ 34,20,000 ഈക്വൽ ടു 34,20,000 ആണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ബൈയിങ് ഓൺ സ്പോട്ട് റേറ്റ്. അത് ഇവിടെ കിട്ടി. ഇതേ ഇവിടെ ഉണ്ട് 34,20,000 മൈനസ് ഗെയിൻ. ഗെയിൻ എത്രയാ? അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1 lakh ആണ് ഗെയിൻ. മൈനസ് 1 lakh. അപ്പൊ കോസ്റ്റ് ഓഫ് ബൈയിങ് എത്ര കിട്ടി? 33,20,000 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ബൈയിങ് എന്നുള്ളത്. അപ്പോൾ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് 33,20,000 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ, 33,20,000. ഇനി അത് പെർ ബാരൽ എത്രയെന്ന് നോക്കണമെങ്കിൽ, പെർ ബാരൽ ആണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 33,20,000 ഒരു ബാരലിൽ എത്രയുണ്ട്? ഒരു 1000 ബാരലാണുള്ളത്. അപ്പൊ 33,20,000 1000 ബാരലിലാണ്. ഒരു ബാരലിന് എത്ര ചോദിക്കുന്നുണ്ടെങ്കിൽ ₹3,320 എന്നും പറയാം. രണ്ട് രീതിയിലും ആൻസർ കൊടുത്തു. ടോട്ടൽ എത്രയാണ്? 33,20,000 ആണ്. അപ്പൊ ഈ ഫോർമുലാസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ആ ഫോർമുലന്റെ മുൻപ് അതിന്റെ കോൺസെപ്ച്വലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആ കോൺസെപ്ച്വൽ എക്സ്പ്ലെയിൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ആൻസർ കിട്ടും. ഇനി അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ ഫോർമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ്, കോസ്റ്റ് ഓഫ് ബൈയിങ് ഓൺ സ്പോട്ട് റേറ്റ് എത്രയും നോക്കുക, ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഹെഡ്ജ്ഡ് പാർട്ട് എത്രയും നോക്കുക. ഗെയിൻ ഓൺ സെയിൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ റേറ്റ് അറ്റ് ടൈം ഓഫ് എക്സ്പിറേഷൻ മൈനസ് ഫ്യൂച്ചർ റേറ്റ് അറ്റ് വിച്ച് കോൺട്രാക്ട് വാസ് മെയ്ഡ്. 8 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. Bharat Oil Company imports crude oil for its requirement on a regular basis. Its requirements are estimated at 100 tons per month. Of late, there has been a surge in prices of oil. The current price month of June of crude oil is ₹5,500 per barrel. The firm expects the price to rise in coming month to ₹5,800 by August. It wants to hedge against rising price of some of its requirement of the month of August. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ഓൾമോസ്റ്റ് അതേപോലെ. Multi-Commodity Exchange MCX in India offer future contracts in crude oil. The contract size is 100 barrel and August contract is currently traded at 5,668. BOC would like to hedge half of its exposure in future and leave the other half to market condition. അപ്പോൾ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. BOCയുടെ പ്ലാൻ എന്താ? പകുതി റിസ്ക് നമുക്കൊന്ന് ഹെഡ്ജ് ചെയ്യിക്കാം, പകുതി മാർക്കറ്റിൽ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതുകൊണ്ട് വഹിക്കാം. അതാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. While hedging number of future contract
dealt with should be rounded off to next higher integer. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്പർ ഒക്കെ കിട്ടുമ്പോൾ 40.7 40.8 എന്നൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞു ഹെഡ്ജ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫ്യൂച്ചർ ഓഫ് കോൺട്രാക്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്പർ ഓഫ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് കണ്ടുപിടിക്കുമ്പോൾ അടുത്ത ഇന്റിജറിലോട്ട് റൗണ്ട് ചെയ്യണം. Then how many future contract should it book? എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്ര ഫ്യൂച്ചർ കോൺട്രാക്ട് ബുക്ക് ചെയ്യണം എന്നാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഞാനൊരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര അറിയേണ്ടത്? 100 ടൺസ് ഉണ്ട്. നമ്മുടെ കേസിലൊക്കെ ഇത് ബാരൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ ടു കൺവേർട്ട് ബാരൽസ് ടു ടൺ. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് തിരിച്ചാണ്. ടണ്ണ് എത്ര ബാരൽ ആണ് എന്നാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ കൺവേർഷൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. കൺവേർഷൻ കാൽക്കുലേറ്റർ ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ ഓക്കെ മനസ്സിലാക്കണം. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇഗ്നോർ മാർക്കറ്റിംഗ് ടു മാർക്കറ്റ് ആൻഡ് ഇനീഷ്യൽ മാർജിൻ ഓൺ ഫ്യൂച്ചർ കോൺട്രാക്ട് ഗിവൺ ദാറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 110 ഈസ് ഈക്വൽ ടു 7.3 ബാരൽ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത് ഞാൻ ചെയ്തത് ചില ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചില പിള്ളേരുണ്ട്, അവര് എന്ത് ചെയ്യുന്നതാണ്, ട്രേഡ് ചെയ്യുന്ന പിള്ളേരാണ്. അപ്പൊ അവരിങ്ങനെ നോക്കിയിട്ട് പറയും, സർ ഇതിന്റെ ആൻസർ തെറ്റാണല്ലോ, 7.33 ബാരൽ അല്ലല്ലോ. ആക്ച്വലി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് തരും. ആ ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫോർമേഷൻ ആണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ടൺ ഈക്വൽ ടു 7.33 ബാരലാണ്. അപ്പൊ ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മുടെ റിക്വയർമെന്റ് 100 ടൺസ് ആണ്. നമ്മുടെ റിക്വയർമെന്റ് 100 ടൺസ് ആണ്. ഇനി ഒന്ന് നോക്കിയേ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചറിൽ ടൺസ് അവൈലബിൾ ആണോ? ടൺസ് അവൈലബിൾ അല്ല. ഫ്യൂച്ചറിൽ എന്താ അവൈലബിൾ? ബാരൽസ് അവൈലബിൾ. അതാണ് ചെറിയൊരു പ്രശ്നം. നമുക്ക് ടൺ അവൈലബിൾ അല്ല, ഫ്യൂച്ചറിൽ ബാരൽ ആണ് അവൈലബിൾ. അപ്പൊ നമുക്ക് വേണ്ടത് ടൺസ് ആണ്. നമുക്ക് വേണ്ടത് ടൺസ് ആണ്. 100 ടൺസ് ആണ് വേണ്ടത്. 100 ടൺസ് ആണ്. പക്ഷെ ഫ്യൂച്ചർ മാർക്കറ്റിൽ എന്തേ ഉള്ളൂ? ബാരൽസേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ബാരൽസേ ഉള്ളൂ. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവർ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞത്. ഒരു ടണ്ണ് 7.33 ബാരലാണ്. ഒരു ടൺ എന്ന് പറയുന്നത് 7.33 ബാരലാണ്. അപ്പൊ പറഞ്ഞേ, നമുക്ക് എത്ര ഫ്യൂച്ചേഴ്സ് വേണ്ടി വരും? therefore number of futures equal to, ശ്രദ്ധിക്കണം, ക്വാണ്ടിറ്റി റിക്വയർഡ് ടു ബി ഹെഡ്. അതാണ് ഞാൻ ആദ്യം നോക്കുന്നത്. ക്വാണ്ടിറ്റി എത്ര വേണ്ടി വരും? ക്വാണ്ടിറ്റി റിക്വയർഡ് to be hedged. Quantity required to be hedged with future. Quantity required to be hedged with future. അപ്പോൾ ഇവിടെ നമുക്ക് 100 ടൺ ഉണ്ട്.
പക്ഷെ ഫ്യൂച്ചറിൽ എത്തുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ടണ്ണ് എത്ര ബാരലാ? 7.33 ബാരലാ. ഫ്യൂച്ചറിൽ ബാരലേ ഉള്ളൂ. അപ്പൊ എത്ര ബാരൽ വേണ്ടി വരും? 100 into 7.33 ബാരൽ. 100 into 7.33 ബാരൽ ഈക്വൽ ടു 733 ബാരൽ വേണം. പക്ഷെ ചെറിയൊരു കാര്യമുണ്ട്, നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫുൾ ഒന്നും ഹെഡ്ജ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്ത് ചെയ്തു? 50% ഹെഡ്ജ് ചെയ്താൽ മതി. BOC വുഡ് ലൈക്ക് ടു ഹെഡ്ജ് ഹാഫ് ഓഫ് ഇറ്റ്സ് എക്സ്പോഷർ. 50% ഹെഡ്ജ് ചെയ്താൽ മതി. അപ്പൊ എത്ര മതി? ഹാഫ് മതി, 50%. അപ്പൊ 733 into 50% ഈക്വൽ ടു 366.5 ബാരൽസ്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണ്ടത്? 366.5 ബാരൽസ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, നമുക്ക് ബീറ്റ വാല്യൂ തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ബീറ്റ വാല്യൂ തന്നിട്ടുണ്ടോ എവിടെയെങ്കിലും? എസ് ഓർ നോ? ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു, ബീറ്റ വാല്യൂ ഒന്നും തന്നിട്ടില്ല. ബീറ്റ വാല്യൂ തരില്ല, തരേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ കമ്മോഡിറ്റി ആണ്, പ്രൈസ് ലോക്കയാണ്. ഓയിലും തന്നെയാണ്. ഓയിലും തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓയിലാണ് നമുക്ക് വേണ്ടത്. ഫ്യൂച്ചറിലും നമ്മൾ ഓയിലാണ് ചെയ്യുന്നത്. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ ഇഗ്നോർ ചെയ്യാം. അതെവിടെ പറഞ്ഞിട്ടുണ്ട്? നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കൺസിഡറേഷൻ ഓഫ് ബീറ്റ. ഇഫ് സ്റ്റോക്ക് ഈസ് ഹെഡ്ജ് യൂസിങ് സെയിം സ്റ്റോക്ക് ഫ്യൂച്ചർ, ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് സ്റ്റോക്ക് ഈസ് ഹെഡ്ജ് യൂസിങ് സെയിം സ്റ്റോക്ക് ഫ്യൂച്ചർ ദെൻ ബീറ്റ ഈസ് ഇറലവന്റ്. അപ്പൊ നമ്മൾ ബീറ്റ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീറ്റ ഇറലവന്റ് ആണ്. ഇനി ഇവിടെ തന്നിട്ടുമില്ല, അപ്പൊ പിന്നെ കഷ്ടപ്പെട്ട് ബീറ്റ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീറ്റ ഇറലവന്റ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ കാൽക്കുലേഷൻ ചെയ്യുന്നത് പോലെയാണ്. 366.5 366.5 ബാരൽ ആണ് വേണ്ടത്. Therefore, number of future contract. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എത്ര ബാരൽസ് ആണ് ഉള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ 100 ബാരൽസ് ആണ്. ഇതാ, the contract size is 100 barrels. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ 100 ബാരലാണ്. അപ്പൊ നമുക്ക് എത്ര ഫ്യൂച്ചർ കോൺട്രാക്ട് വേണ്ടി വരും? ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു, so this is equal to 366.5 divided by 100 equal to 3.665. പിന്നെ നമ്മളോട് എന്ത് പറഞ്ഞു? റൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്യൂച്ചർ കോൺട്രാക്ട് റൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ റൗണ്ടഡ് ഓഫ് ടു 4. അപ്പൊ എത്ര കോൺട്രാക്ട് വേണം? Therefore 4 ഫ്യൂച്ചർ കോൺട്രാക്ട്സ് വാങ്ങിച്ചു. Therefore 4 ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ഞാനിത് ഇത്രയും ചെയ്ത കാൽക്കുലേഷൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്, സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത്? 100 ടൺ ഉണ്ട്, പക്ഷെ നമുക്കത് ബാരലാ വേണ്ടത്. ഫ്യൂച്ചറിൽ ബാരലാ. അപ്പൊ പിന്നെ നമ്മൾ ബാരൽ നോക്കണം. അപ്പൊ എത്ര ബാരലാണ് വേണ്ടതെന്ന് നോക്കണം. അപ്പൊ 100 ടണ്ണാണ്. അപ്പൊ ഇത് ബാരലിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം. ബാരൽ എത്രയാ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ടൺ ഈക്വൽ ടു 7.33 ബാരൽ. അപ്പൊ 100 into 7.33 733 ബാരൽ വേണം നമുക്ക് ഫ്യൂച്ചറിൽ. കാരണം 10 ബാരൽ ആക്കുമ്പോൾ 733 ബാരൽസ് ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 50% ഹെഡ്ജ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ 366.5 ബാരൽ മതി. പക്ഷെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ 100 ബാരൽ എടുക്കണം, മിനിമം 100 ആണ്. അപ്പൊ 366.5 ഡിവൈഡഡ് ബൈ 100, അപ്പൊ 3.655 ബാരൽ വേണം. ഫ്യൂച്ചർ കോൺട്രാക്ട് വേണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റൗണ്ട് ചെയ്യാൻ. അപ്പൊ 4 ഫ്യൂച്ചർ കോൺട്രാക്ട് വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താ ചോദിക്കുന്നത്? സെക്കൻഡ് പാർട്ട്, അപ്പൊ എത്ര ഫ്യൂച്ചർ കോൺട്രാക്ട് വേണം? 4 എന്നുള്ള ആൻസർ കിട്ടി. നെക്സ്റ്റ്, നമ്പറിന്റെ അതേ ഫോർമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വന്നത്, ഇപ്പോ ഏത് ഫോർമുല നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തത് അതുകൊണ്ട് പറഞ്ഞു തരട്ടെ. ഒന്നും പുതുതായിട്ട് വന്നിട്ടില്ല, എല്ലാം പഴയ തന്നെയാണ്. സർ കുറെ കാര്യങ്ങൾ വന്നല്ലോ. ഇല്ല, എല്ലാം പഴയതാ. ഏതാ? നമ്മുടെ അതേ കോൺട്രാക്റ്റാ. ഏത് കോൺട്രാക്ട്? നമ്മൾ ഇതേ എടുക്കുന്നത് നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ സ്പോട്ട് പൊസിഷൻ
ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ വൺ ഫ്യൂച്ചർ കോൺട്രാക്ട്. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ രണ്ടും സെയിം യൂണിറ്റ് ആവണം. ഇതുവരെ നമുക്ക് സെയിം യൂണിറ്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ ഒരെണ്ണം ടണ്ണും ഒരെണ്ണം ബാരലും ആയി. ഇപ്പൊ ഫ്യൂച്ചറിൽ ബാരലാണ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് നോക്കണ്ടേ. അപ്പൊ ഇവിടെയും ബാരൽ ആക്കണം, ഇവിടെയും ബാരൽ ആക്കണം. അപ്പൊ ആ ബാരൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൺ ഉള്ളത് എന്ത് കൺവേർട്ട് ചെയ്തത്, 100 ടൺസ് ഉള്ളത് ബാരലിലോട്ട് കൺവേർട്ട് ചെയ്ത്. അങ്ങനെ കൺവേർട്ട് ചെയ്ത് അതിന്റെ 50% ആയപ്പോൾ 366.5 ഡിവൈഡഡ് ബൈ എത്രയാണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിലുള്ളത്, 100 ആണ്. സർ അപ്പൊ ബീറ്റയോ, ബീറ്റ 1 ആണ്. ബീറ്റ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും സെയിം ആണ്. അപ്പോൾ 1 ഇൻറ്റു ചെയ്യുമ്പോൾ 3.665 വരും. ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞു, റൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പഠിച്ചതൊക്കെ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ആകെ ചെറിയൊരു വ്യത്യാസം വന്നത് രണ്ട് സൈഡിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെറിയൊരു എമൗണ്ടിന്റെ അല്ലെങ്കിൽ യൂണിറ്റ്സിന്റെ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. അപ്പൊ അതിനാണ് ഞാൻ ശരിക്കും പറയാറ് സ്റ്റുഡൻസിനോട്, നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ മനസ്സിലാവും. രണ്ടാമത്തെ തവണ ആദ്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒരൊറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട് ആ 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ കുറെയൊക്കെ മനസ്സിലാവും. രണ്ടാമതും ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക, അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. മൂന്നാമതും ഒന്നുകൂടി ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 to 10 പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ സെറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ചെറിയ ഷോർട്ട് കട്ടുകളൊക്കെ മനസ്സിലാവും. അത് പോയിന്റ് എഴുതി വെക്കുക. പിന്നെ എക്സാമിനേഷന് മുമ്പ് റിവൈസ് ചെയ്യുക. SFM കുറച്ചധികം എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, കുറച്ചധികം ഇൻവോൾവ് ചെയ്യാനും ഉണ്ട് SFM-ല്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8-ലെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതായിരുന്നു. കമ്പയർ ദി ഹെഡ്ജ്ഡ് ആൻഡ് എക്സ്പോസ്ഡ് പാർട്സ് റിഗാർഡിംഗ് എഫക്റ്റീവ് പ്രൈസ് പെർ ബാരൽ ആൻഡ് ഓൾസോ കമ്പ്യൂട്ട് ദി എഫക്റ്റീവ് പ്രൈസ് പെർ ബാരൽ ഫോർ 2 whole requirement of August. If in August spot price is 5,570 and future is 5,778 and spot price of 5,417 and future price of 5,455. എന്താ ചോദിക്കുന്നത്, compare hedged and exposed parts regarding effective price barrel, also compute effective price per label എന്നാണ്, per barrel ആണ് പറയുന്നത്, ഓഫ് റിക്വയർമെന്റ് ഓഫ് ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താ ചോദിക്കുന്നത്, കോസ്റ്റ് ഓഫ് ബൈയിങ് എത്രയാ, എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് എത്ര എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോ അത് 400 ബാരൽസ് 5570 ആണെങ്കിൽ എത്രയാന്നുള്ളതും, അതേപോലെ തന്നെ അത് 5417 ആണെങ്കിൽ എത്രയാന്നുള്ളതുമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഇനി ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, സ്പോട്ട് 5570, സ്പോട്ട് 5570 and future price 5788 ആണ്, and future price 5788 ആണ് ഇതിന്റെ കാൽക്കുലേഷൻ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യമാണ് ചെയ്തിരിക്കുന്നത് അല്ലെ, രണ്ട് കാര്യം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒരു ഞാൻ ഓക്കെ 50% ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്, 50% ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്, 50% ഹെഡ്ജ് ചെയ്തിട്ടുമില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ 3 മാസം കഴിഞ്ഞിട്ട് കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ കോസ്റ്റ് ഓഫ് ബൈയിങ് നമ്മൾ എത്ര ചെയ്തിരിക്കുന്നത്, 400 ബാരലാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോ 400 ബാരൽ ഇൻടു, എവിടുന്ന 400 ബാരൽ വന്നേ, 4 ഫ്യൂച്ചർ കോൺട്രാക്ട്, അതിൽ ഓരോ എണ്ണത്തിലും 100 ഉണ്ട്. അപ്പൊ ഹെഡ്ജ് ചെയ്തത് ഇതാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താ, 400 ബാരൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റും, നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. സ്പോട്ടിൽ ഇപ്പൊ എത്ര പ്രൈസ്, 5570. അപ്പൊ 4000 into 5570, 400 into 5570. ഹെഡ്ജ് ചെയ്ത ഈ പർട്ടിക്കുലർ ഐറ്റം 22
28,000 വാങ്ങിക്കാൻ പറ്റും. ഹെഡ്ജ് ചെയ്യാത്തത് ബാലൻസ് എത്രയാ? നമുക്ക് എത്ര ടോട്ടൽ ഉണ്ടായിരുന്നത്? 733 ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ നമ്മുടെ റിക്വയർമെന്റ് 733 ആണ്. അപ്പൊ ബാലൻസ് എത്രയുള്ളത്? ബാലൻസ് ഹെഡ്ജ് ചെയ്യാത്തത് 333 ആണ്, നോട്ട് ഹെഡ്ജ്ഡ്. ഹെഡ്ജ് ചെയ്തത് 400ഉം ഹെഡ്ജ് ചെയ്യാത്തത് ബാലൻസ് 3333 ആണ്. അപ്പൊ 333 ഇൻറ്റു 5570 എത്ര വരുന്നത്? 18. സോറി, ഹെഡ്ജ് ചെയ്യാത്തത് 50% നോട്ട് ഹെഡ്ജ്ഡ് ആണ്. ഓക്കെ, അതിലോട്ട് നമ്മൾ തിരിച്ചു വരാം. നമ്മൾ ആദ്യം ഞാൻ ഈ പർട്ടിക്കുലർ പാർട്ടിലോട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഗെയിൻ ഓൺ ലോസ് കണ്ടെത്തണം അല്ലെ? ഗെയിൻ അല്ലെങ്കിൽ ലോസ്, ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തണം. എന്തിന്റെ ഗെയിൻ ഓർ ലോസ്? ആ ഹെഡ്ജ്ഡ് പാർട്ട്. ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജ്ഡ് പാർട്ട്. ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജ്ഡ് പാർട്ട്. അതിന്റെ ഫോർമുല നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജ്ഡ് പാർട്ടിന്റെ ഫോർമുല എന്തായിരുന്നു? ഫ്യൂച്ചർ റേറ്റ് അറ്റ് എക്സ്പിറേഷൻ, future rate at expiration minus future rate at the time of contract. At the time of contract. പോസിറ്റീവ് ആണെങ്കിൽ ഗെയിൻ ആണ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്രൈസ് എക്സ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ പ്രൈസ് എത്രയാ? 5788 ആണ്. 5788. ഫ്യൂച്ചർ റേറ്റ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് എത്രയാ? ക്വസ്റ്റ്യൻ എടുക്കൂ. കോൺട്രാക്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ റേറ്റ് എത്രയാ? The contract size is 100 barrel and August contract is currently traded at 5668. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി എത്ര പ്രൈസ്? കോൺട്രാക്ട് മെയ്ഡ് ചെയ്തപ്പോൾ 5668. അപ്പൊ നമ്മൾ എന്തുണ്ടാക്കി? 100 പ്രോഫിറ്റ് ഉണ്ടാക്കി. 100 പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എത്രയില്ല? 100 പെർ ബാരൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പൊ ടോട്ടൽ ഗെയിൻ എത്രയാ? ടോട്ടൽ ഗെയിൻ ഈക്വൽ ടു പെർ ബാരൽ 100 ആണ്. ദിസ് മൾട്ടിപ്ലൈഡ് ബൈ നമുക്ക് എത്ര ബാരലാണ് ഉള്ളത്? 100 അല്ല, സോറി, ചെറിയൊരു വ്യത്യാസമുണ്ട്. 5788 മൈനസ് 5688 ഈക്വൽ ടു 100 ആണ്. 5668 ആണെന്ന് തോന്നുന്നു. 5668 ആണ്. 5668 ആണ്. സോ 5788 മൈനസ് 5668, ഒരു ബാരലിന് 120 പെർ ബാരൽ. സോ 100 ആണ്, 100 ബാരൽ ആണുള്ളത് ഇൻറ്റു 120. 100 അല്ല, 400 ബാരൽ. സോ 120 പെർ ബാരൽ. അങ്ങനെ എത്ര ബാരൽ ഉണ്ട്? 400 ബാരൽസ് ഉണ്ട്. 400 ബാരൽസ്. സോ 120 ഇൻറ്റു 400 ബാരൽ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 120 ഇൻറ്റു 400 48,000. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? എഫക്റ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ബൈയിങ് 22,28,000. ഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫോർമുല നോക്കിയാൽ മതി. ഫോർമുലയിൽ മൈനസ് ഗെയിൻ ആണ്. ആ ഫോർമുല കൂടി ഞാൻ കാണിച്ചു തരുന്നു. ഫോർമുലയ്ക്ക് ഓർത്തു വെക്കണം. മൈനസ് കോസ്റ്റ് ഓഫ് ബൈയിങ് ഓൺ സ്പോട്ട് റേറ്റ് മൈനസ് ഗെയിൻ ഓൺ സെയിൽ ആണ്. സോ മൈനസ് ഗെയിൻ ഓൺ സെയിൽ ഈക്വൽ ടു ദിസ് മച്ച്. സോ 22,28,000 minus 48,000 equal to 21,80,000. അപ്പോൾ effective cost of buying equal to 22,28,000 minus again 48,000 equal to 21,80,000. Equal to 21,80,000. അപ്പൊ ലോസിന്റെ ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. ലോസിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്, പ്ലസ് ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ ഫോർമുല പ്രകാരം കോസ്റ്റ് ഓഫ് ബൈയിങ് ഓൺ സ്പോട്ട് റേറ്റ് നമ്മൾ 22,28,000 ആണെന്ന് കണ്ടുപിടിച്ചു. മൈനസ് ഗെയിൻ ഓൺ സെയിൽ 48,000 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ബാലൻസ് 21,80,000. അപ്പൊ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് 21,80,000 ആണ്. ഇനി പെർ ബാരൽ നോക്കുകയാണെങ്കിൽ
Therefore, effective cost of buying per barrel ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ effective cost per barrel ആണെങ്കിൽ equal to 21,80,000 ഒരു ബാരൽ ഹെഡ്ജ് ചെയ്യുന്നതിൽ 400 ആണ് ഉള്ളത്. So equal to divided by 400, 5,450 rupees, 5,450 per barrel ആണ്. അപ്പോൾ ഞാനിതൊന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ഏജ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഏജ് എടുക്കാം. ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഹെഡ്ജ് ചെയ്തതിന്റെ കാര്യം ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഏതെടുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. Compare hedged and exposed part regarding effective price per barrel and also compute effective price per barrel. അത് നമ്മൾ കണ്ടുപിടിച്ചു. Effective price per barrel for the whole requirement of August, if August. അപ്പോൾ effective price per barrel നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 5450. അത് ഹെഡ്ജ്ഡ് പോർഷന്റെയാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മളോട് എന്ത് പറഞ്ഞു? എക്സ്പോസ്ഡ് പാർട്ടിന്റെ കൂടെയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും, എക്സ്പോസ്ഡ് പാർട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോ എക്സ്പോസ്ഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഹെഡ്ജ് ചെയ്തിട്ടില്ല, ഹെഡ്ജ് ചെയ്യാത്ത ആളുകളുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, ഞാനിതൊന്നും കൂടി വലുതാക്കട്ടെ. 100%. ഓക്കെ, ഇപ്പൊ ഹെഡ്ജ് ചെയ്തു. ഇനി എക്സ്പോസ്ഡ് പാർട്ടാണ്. എത്ര നമ്മുടെ എക്സ്പോസ്ഡ് പാർട്ട്? എക്സ്പോസ്ഡ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കൂ, നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ സെൻസ് മാത്രമാണത്. ഒരു 2 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം തരുന്നു. എക്സ്പോസ്ഡ് പാർട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ നോക്കൂ. ഓക്കെ, വേറെ ശ്രദ്ധിക്കും, നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ഓക്കെ, അപ്പോൾ ഹെഡ്ജ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? 733 എക്സ്പോസ്ഡ് പാർട്ട്. 7 രണ്ട് രീതിയിൽ ഇത് ചെയ്യാം കേട്ടോ, 2 രീതിയിൽ ചെയ്യാം. 2 രീതി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തരാണ്. ഫസ്റ്റ് മെത്തേഡ് 733 നമ്മൾ വാങ്ങിക്കേണ്ടി വരും. എത്ര പ്രൈസിലാണ് മാർക്കറ്റിൽ വാങ്ങിക്കേണ്ടി വരിക? 733 5570 വാങ്ങിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രൈസിൽ വാങ്ങിക്കേണ്ടി വരും? ഇത് 733 into 5570 4082 810 വാങ്ങിക്കേണ്ടി വരും. പക്ഷെ നമ്മളിവിടെ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്ര വാങ്ങിക്കേണ്ടി വരിക? 400 നമ്മൾ ഹെഡ്ജ് ചെയ്തു, അപ്പോഴും 5570 നമ്മൾ വാങ്ങിക്കുന്നത്. ഹെഡ്ജ് ചെയ്ത പാർട്ട് നമ്മൾ എത്രയിൽ വാങ്ങിക്കും? നമ്മൾ ജസ്റ്റ് കോസ്റ്റ് ഓഫ് ബൈയിങ് നോക്കുമ്പോൾ നമ്മൾ എന്തേ നോക്കുള്ളൂ? മാർക്കറ്റ് റേറ്റ് നിന്ന് ഇത് ഫുള്ള് വാങ്ങിക്കുകയാണെങ്കിൽ എത്രയാ? അപ്പോൾ അത് മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഫുള്ള് വാങ്ങിക്കുകയാണെങ്കിൽ മാർക്കറ്റ് റേറ്റിൽ എക്സ്പോസ് ചെയ്യും.
733 ആണ് മാർക്കറ്റ് റേറ്റിൽ എക്സ്പോസ് ചെയ്യുന്നത്. 400 ഹെഡ്ജ് ചെയ്യും. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ഗെയിൻ ഉണ്ട്. എത്ര ഗെയിന്? 48,000. ഹെഡ്ജ് ചെയ്തത് കൊണ്ട് നമുക്കൊരു 48,000 ഗെയിന് കിട്ടി. ഹെഡ്ജ്, അപ്പോൾ ചില സ്റ്റുഡൻസ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഹെഡ്ജ് ചെയ്താലും ഇല്ലെങ്കിലും സെയിം ആണ്. കാരണം കോസ്റ്റ് ഓഫ് ബൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്നതാണ്. സോ ഹെഡ്ജ് ചെയ്തത് കൊണ്ട് 48,000ന്റെ നഷ്ടം നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 48,82,810 ആണ് നമ്മുടെ ടോട്ടൽ എക്സ്പോഷർ. ഹെഡ്ജ് ചെയ്തത് കാരണം 48,000 നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഹെഡ്ജ് ചെയ്യാത്ത ഭാഗം എത്ര ഉണ്ട്? അൺഎക്സ്പോസ്ഡ് പാർട്ട്. അൺഎക്സ്പോസ്ഡ് പാർട്ട് മൈനസ് 48,000. 40,82,810 നമ്മൾ അതിൽ ആ ഗെയിൻ ആയിട്ട് ഒഴിവാക്കി, ഹെഡ്ജിങ്ങിന്റെ ഗെയിന്. ബാലൻസ് എത്രയുണ്ട്? 40,34,810 ഉണ്ട്. 40,34,810 ആണ് ഇപ്പൊ നമ്മുടെ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ്. ഹെഡ്ജ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എഫക്റ്റീവ് എക്സ്പോസ്ഡ് പാർട്ട് എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് 40,34,810 ആണ്. ഓക്കെ, സൗണ്ട് ഇല്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. സൗണ്ട് കേൾക്കുന്നില്ലേ? ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ? സൗണ്ട് ഇഷ്യൂസ് ഉണ്ടോ? യെസ് ഓർ നോ? സൗണ്ട് ഇഷ്യൂസ് ഉണ്ടോ? യെസ്, സൗണ്ട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ. സോ ഞാൻ സൗണ്ട് ഒന്ന് കൂട്ടി, ഇപ്പോൾ ഓക്കെ ആണ്. ഓക്കെ, സോ ഞാനൊന്ന് സൗണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്ത് പറയാം. അപ്പോൾ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് നമുക്ക് എത്ര കിട്ടി? 40,34,810 ആണ് ഹെഡ്ജ് ചെയ്തിട്ടില്ലാത്ത എക്സ്പോഷർ. അപ്പോൾ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ബൈയിങ് 40,34,810 കിട്ടി. ദെർഫോർ പെർ ബാരൽ എക്സ്പോസർ ചെയ്യുന്നത് പെർ ബാരൽ, ഒറ്റ കാര്യം ശ്രദ്ധിക്കണേ, 40,34,810 ഡിവൈഡഡ് ബൈ 733 ഫുൾ ബാരൽ എടുക്കണം. കാരണം അതാണ് എക്സ്പോഷർ. ഹെഡ്ജ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഡിവൈഡഡ് ബൈ 733. പ്രൈസ് എത്രയായിരിക്കും പെർ ബാരൽ? 5504 അല്ലെങ്കിൽ 5.51. അപ്പോ എക്സ്പോസ് ചെയ്തത് ഹെഡ്ജ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ 5504 വരും. ഹെഡ്ജ് ചെയ്തത് കൊണ്ട് നമുക്കൊരു ബാരലില് എത്ര രൂപയ്ക്ക് കിട്ടിയത്? ഒരു ബാരലിൽ ഏറ്റവും താഴെ ഉണ്ട്, ഒരു ബാരലിൽ 5450 കിട്ടി. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതേ ഫോർമാറ്റിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ എക്സ്പോഷർ ചെയ്തത് 400 ആണ്, അല്ല സോറി, ഹെഡ്ജ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പാർട്ടിലോട്ട് പോകുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തീർക്കാൻ ശ്രമിക്കുകയാണ്. തീർക്കാൻ പറ്റും, ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. അപ്പൊ ഇതുവരെ എഴുതിയെടുത്തോ? ഒന്ന് യെസ് ഓർ നോ പറയണേ. എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ആകെ എന്തേ വ്യത്യാസമേ ഉള്ളൂ? സ്പോട്ട് റേറ്റും പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചർ പ്രൈസിന്റെ വ്യത്യാസമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സ്പോട്ട് പ്രൈസ് 5417 ആണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് 5455 ആണെങ്കിൽ നിങ്ങളുടെ എഫക്റ്റീവ് പ്രൈസ് എത്രയാണ് പെർ ബാരൽ? സോ കമ്പ്യൂട്ടേഷൻ ഓഫ് എഫക്റ്റീവ് പ്രൈസ് പെർ ബാരൽ സെയിം ആയിരിക്കും. സെയിം മെത്തേഡ്, പ്രൈസ് മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താ കമ്പ്യൂട്ട് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് എഫക്റ്റീവ് പ്രൈസ് പെർ ബാരൽ. എഫക്റ്റീവ് പ്രൈസ് പെർ ബാരൽ. എഫക്റ്റീവ് പ്രൈസ് പെർ ബാരൽ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത് ഹെഡ്ജ്ഡ് ആണ്. ഹെഡ്ജ്ഡ് പാർട്ട്. ഹെഡ്ജ്ഡ് പാർട്ട് 400 എണ്ണം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് നോക്കുന്നു നമ്മള്? കോസ്റ്റ് ഓഫ് ബൈയിങ് എത്രയാണ്? ഇതിപ്പോ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര ബൈ ചെയ്യാം? കോസ്റ്റ് ഓഫ് ബൈയിങ്. കോസ്റ്റ് ഓഫ് ബൈയിങ് 400 എണ്ണാണ് വാങ്ങിക്കുന്നത്. 400 ഇൻറ്റു നമ്മുടെ ഇപ്പോഴത്തെ സ്പോട്ട് റേറ്റ് എത്രയാ? സ്പോട്ട് റേറ്റ് 5417 ആണ്. സ്പോട്ട് റേറ്റ് ഈക്വൽ ടു 5417. So 400 into 5417 equal to 21,66,800 rupees. ഇനി എന്ത് നോക്കണം? ഗെയിൻ ഓർ ലോസ് ആണോ നോക്കണം. ഗെയിൻ ഓർ ലോസ് ആണോ നോക്കണം. ഗെയിൻ ആണെങ്കിൽ പ്ലസ് ചെയ്യും, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യും. ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജിങ്. ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജിങ്.
സോ ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ആ ഫോർമുല തന്നെ യൂസ് ചെയ്യുന്നു. ആ ഫോർമുല ഇങ്ങനെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫോർമുല കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗെയിൻ ഓർ ലോസ് ഓൺ ഹെഡ്ജിങ്, ലോങ് ഹെഡ്ജ് ആണ്, പ്രൈസ് നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഫ്യൂച്ചർ റേറ്റ് അറ്റ് ദ ടൈം ഓഫ് എക്സ്പിറേഷൻ, ആ കോൺട്രാക്റ്റിന്റെ പീരീഡ് കഴിയുമ്പോൾ എത്രയാണ് ഫ്യൂച്ചർ റേറ്റ് എന്ന് നോക്കണം. സോ ഫ്യൂച്ചർ റേറ്റ് അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് എക്സ്പിറേഷൻ എത്രയാ? 5455. 5455. അപ്പൊ 5455 മൈനസ് ഫ്യൂച്ചർ റേറ്റ് അറ്റ് വിച്ച് കോൺട്രാക്ട് വാസ് മെയ്ഡ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അതേ തന്നെയാണ്, കോൺട്രാക്ട് മെയ്ഡ് ചെയ്തപ്പോൾ 5668 ആണ്. അപ്പൊ 5455 മൈനസ് 5668 ഈക്വൽ ടു ഒരു കോൺട്രാക്റ്റിൽ എത്ര ലോസ് വന്നത്? 213 ലോസ് ആണ് വന്നത്. 213 പെർ ബാരൽ ആണ്. അപ്പൊ therefore നമുക്ക് എത്ര ബാരൽ ഉണ്ട്? therefore loss, total loss equal to 213 per barrel into 400 barrels into 400 barrels. So 213 into 400 barrel equal to 85,200 rupees. അപ്പൊ ലോസ് ആണ് വന്നത്. അപ്പൊ ലോസ് എന്താണ് ചെയ്യേണ്ടത്? പ്ലസ് ആണോ മൈനസ് ആണോ? നമ്മുടെ ഫോർമുലയിൽ പോയിട്ട് നോക്കുക. ഗെയിൻ ആണെങ്കിൽ നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്, ലോസ് ആണെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോസ് ആണെങ്കിൽ പ്ലസ് ആണ്. ആ പ്ലസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ വന്നു. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനും എക്സാമിനേഷന് ചോദിച്ചു. അപ്പൊ ലോസ് ആകുമ്പോൾ പ്ലസ് ചെയ്യണം. therefore effective cost of buying, അതേ ഫോർമുല ഞാൻ എടുക്കുന്നുണ്ട്. effective cost of buying, ഈ ഫോർമുല ഞാൻ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. effective cost of buying. Effective cost of buying equal to cost of buying on spot rate. എത്ര സ്പോട്ട് റേറ്റിൽ ബൈ ചെയ്യുന്നത്? 21,66,800 പ്ലസ് ലോസ് ഓൺ ഹെഡ്ജ് 85,200. So total effective cost equal to 22 lakh rupees, 22 lakh 52,000. 22 lakh 52,000 per barrel ആണ് നമ്മളോട് ചോദിക്കുന്നത്. therefore effective cost of buying one barrel equal to rupees 22,52,000 divided by 1 barrel equal to 400. So 22,52,000 divided by 400 equal to 5630. ഇതാണ് effective cost of buying 1 barrel. ഓക്കെ, ഇപ്പൊ ഹെഡ്ജ് ചെയ്ത പാർട്ടിന്റെ കണ്ടുപിടിച്ചു 5630. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു വൺ ടൈം ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അപ്പൊ കുറെ ഓർമ്മ വരും. സെക്കൻഡ് ടൈം ഒരു ക്വസ്റ്റ്യൻ ഫുൾ ചെയ്യുന്നു, അപ്പൊ വീണ്ടും കുറച്ചും കൂടി ഓർമ്മ വരും. തേർഡ് ടൈം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് പാർട്ട്, ഇനി എന്താ? അൺഹെഡ്ജ്ഡ് പാർട്ട്. നമ്മളോട് അൺഹെഡ്ജ്ഡ് പാർട്ടിന്റെ ആണ് ചോദിക്കുന്നത്. എക്സ്പോസ്ഡ് പാർട്ട്, എക്സ്പോഷർ. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാ ചെയ്യേണ്ടതെന്നത്. എക്സ്പോഷർ, എക്സ്പോസ്ഡ് പാർട്ട്, കോസ്റ്റ് ഓഫ് ബൈയിങ്. ഇപ്പൊ 100% കോസ്റ്റ് ഓഫ് ബൈയിങ് ഈക്വൽ ടു 733 ബാരൽ മൾട്ടിപ്ലൈഡ് ബൈ ഒരു ബാരലിന്റെ പ്രൈസ് സ്പോട്ടിൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട് ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു 5 ക്വസ്റ്റ്യൻ ഓർമ്മയില്ല. യെസ്, 5417. 733 into 5417 equal to 733 into 5417 equal to 39 lakh. ഇവിടുത്തെ അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ബൈയിങ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ മാത്രം ചെയ്തേ ഉള്ളൂ ഹെഡ്ജ്ഡ്. ഇവിടെ എത്തുമ്പോൾ 100% എടുക്കണം.
39 lakh ഫുള്ള് നോക്കുകയാണ് നമ്മൾ 39,70,661. ഇനി അവിടെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം. അപ്പോൾ അവിടെ ലോസ് വന്നു, ലോസ് ഓൺ ഹെഡ്ജ്ഡ്, ലോസ് ഓൺ ഹെഡ്ജ്. അപ്പൊ ലോസ് ഓൺ ഹെഡ്ജ് ഈക്വൽ ടു 85,200. വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. പ്ലസ് 85,200 ഈക്വൽ ടു 40,55,861. ഇതാണ് എഫക്റ്റീവ് കോസ്റ്റ്. effective cost of buying, പക്ഷെ നമ്മളോട് ചോദിച്ചത് പെർ ബാരൽ ആണ്. therefore effective cost of buying per barrel equal to ഈ 40,861 divided by 733 equal to 5533.23 rupees. അപ്പോൾ ഒരു ബാരലില് 5533.23 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? ലോങ് ഹെഡ്ജും പഠിച്ചു. എന്താ ലോങ് ഹെഡ്ജ്? നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെഡ്ജാണ് ലോങ് ഹെഡ്ജ്. അപ്പൊ റിസ്ക് ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. ഷെയറിന്റെ അത് തീർന്നു. ലോങ് ഹെഡ്ജിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാനുണ്ടാവും? ഇതേ കാര്യം തന്നെ നമുക്ക് ഫോറിൻ കറൻസിയുടെ ഒരു കാര്യം വരുന്നുണ്ടാവും. അപ്പൊ ഇതേ ഒരു കാര്യം തന്നെ അവിടെ പഠിക്കും. അപ്പോൾ ഇവിടെ എന്താ ഓർത്തേക്കേണ്ടത്? നമുക്ക് ഫ്യൂച്ചറിൽ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ ഐറ്റം ചെയ്യാൻ എടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫിക്സഡ് പ്രൈസിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ത്? ലോങ് ഹെഡ്ജ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ലോങ് ഹെഡ്ജ് എങ്ങനെ മനസ്സിലാവുക? ഷെയറിന് പകരം അവർ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ആണ് ലോങ് ഹെഡ്ജിൽ തരിക. ഓയിൽ, അതേപോലെ ഇങ്ങനെ കമ്മ്യൂണിറ്റീസ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റീസ് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? ഇത് ലോങ് ഹെഡ്ജ് ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ. അപ്പോൾ നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്. നാളെ സാറ്റർഡേ ആണ്. നാളെ സാറ്റർഡേ ആഫ്റ്റർനൂൺ 1:30 നമുക്ക് ക്ലാസ് ഉണ്ട് ഉച്ചക്ക്. അപ്പൊ നാളെ ഞാനിത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻ നമ്മൾ നാളെ ചെയ്യും. പിന്നെ നമ്മൾ എന്തിലോട്ട് തുടങ്ങും? ഇപ്പൊ നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് പഠിച്ചു, ഫ്യൂച്ചേഴ്സ് പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ നമ്മൾ ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വലിയൊരു പാർട്ടാണ് ഓപ്ഷൻസ്. ഒരു 8-9 ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചധികം ഒരു 11ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നാളെ നമ്മൾ ഇത് തീർക്കും ആൻഡ് ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളെ കാണാം at 1:30 PM ആഫ്റ്റർനൂൺ. ഓക്കെ, താങ്ക് യു എവ്രി വൺ. ഗുഡ് നൈറ്റ്.